ക്രൈസ്തവരെ വർഗീയതയിലേക്ക് തള്ളിവിടാൻ RSS ശ്രമിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. വർഗീയ നിലപാട് സ്വീകരിക്കാൻ ക്രൈസ്തവരെ സ്വാധീനിക്കാൻ RSS ശ്രമിക്കുന്നുണ്ട്. ഇതിനുവേണ്ടി ഒരു ക്രൈസ്തവ സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. ന്യൂനപക്ഷങ്ങൾ ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണ്. IAS ഉദ്യോഗസ്ഥരുടെ പോര് ഗൗരവമായി കാണുന്നുവെന്നും വിഷയത്തിൽ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. റോഷിപാലിന്റെ കൂടുതൽ വിവരങ്ങളുമായി റോഷിപാൽ, കാസയെക്കുറിച്ചാണോ മുഖ്യമന്ത്രി പരോക്ഷമായി സൂചിപ്പിക്കുന്നത്? ഡോക്ടർ അരുൺകുമാർ, സംശയമില്ല, കാസയെക്കുറിച്ച് തന്നെയാണ് മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് ക്രൈസ്തവ വിഭാഗത്തിനിടയിൽ BJP സ്വാധീനമുറപ്പിക്കുന്നു എന്ന ചർച്ചകൾ കൊഴുക്കുന്നതിനിടയിലാണ് മുഖ്യമന്ത്രി അത് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് നൽകിയ അഭിമുഖത്തിൽ ഈ കാര്യം വിശദമായി പരാമർശിച്ചത്. ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഇങ്ങനെ RSS ക്രൈസ്തവ വിഭാഗത്തിനിടയിൽ വർഗീയത പരത്താനുള്ള നീക്കം നടത്തുന്നു, അത് അപകടകരമാണെന്ന മുന്നറിയിപ്പ് കൂടി മുഖ്യമന്ത്രി നൽകുന്നത്. മാത്രവുമല്ല, ക്രൈസ്തവ സഭയുമായി ബന്ധപ്പെട്ട ചിലർ വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടിയാണ് ഇങ്ങനെ വർഗീയതയുടെ ഭാഗമായി നിൽക്കാൻ ശ്രമിക്കുന്നത്. ഒരു സംഘടന ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നു, അവർ പ്രചാരണം നടത്തുന്നു, അവർക്ക് സാമ്പത്തിക സഹായം ഈ ആവശ്യത്തിന് വേണ്ടി ലഭിക്കുന്നു എന്നടക്കമുള്ള ആരോപണങ്ങളും മുഖ്യമന്ത്രി ഉന്നയിക്കുന്നുണ്ട്. അതിനൊപ്പമാണ് IAS ഉദ്യോഗസ്ഥന്മാർ തമ്മിലുള്ള തർക്കം അത് വലിയ രീതിയിൽ വ്യാപിച്ച ഒരു പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി ആ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. അതിൽ കൃത്യമായി സർക്കാർ ഇടപെടും, നടപടിയെടുക്കും. അത് അത്ര ഭൂഷണമല്ല എന്ന് കൂടി മുഖ്യമന്ത്രി വിലയിരുത്തുന്നുണ്ട്. കാരണം സർക്കാരിന്റെ മുഖം, പൊതുജനങ്ങൾക്കിടയിൽ സർക്കാരിന്റെ മുഖമാണ് IAS ഉദ്യോഗസ്ഥന്മാർ. അത് മനസ്സിലാക്കി അവർ പ്രവർത്തിക്കണം എന്ന ഒരു ഉപദേശം കൂടി മുഖ്യമന്ത്രി നൽകുന്നു. താങ്ക് യു റോഷിയാണ് വിവരങ്ങൾ നൽകിയത്. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്.